ശ്രേയസ് അയ്യർ ദ ബെസ്റ്റ് ക്യാപ്റ്റൻ ഇൻ ദിസ് IPL എന്ന് വേണം പറയാൻ. ഇവിടെ ഒരു 190 മേലെ അല്ലെങ്കിൽ 200 മേലെ 205 206 എത്തുന്ന സമയത്ത് തന്നെ ചേസ് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന സമയത്താണ് 264 റൺ എടുത്തിട്ട് പോലും ഈസി ആയിട്ട് 7 ബോൾ ബാക്കി നിൽക്കെ കളി ജയിച്ച് കയ്യിൽ തന്നു. എന്റെ മോനെ, എന്തൊരു ടീമടെ പഞ്ചാബ്. ആ ടീമിനെ പറയുമ്പോൾ പഞ്ചാബിനെ മാത്രം പറഞ്ഞ പോരാ, പഞ്ചാബിന്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ എന്തോന്നടെ അങ്ങേര്. ഒരു പേടിയില്ല, ഒരു സംഭവമില്ല, ഭയങ്കര ആ ഒരു ആറ്റിറ്റ്യൂഡ്. ആള് ബാറ്റ് ചെയ്യാനൊക്കെ വരുന്ന സമയത്തും കളിക്കുന്ന കളിയൊക്കെ കാണുമ്പോഴേ സ്കോർ ഒരു 150 ഒക്കെ ജയിക്കാനുള്ളൂ എന്നുള്ള രീതിയിലാണ് ആള് കളിക്കണേ. അതിലൊരു മറ്റേതൊന്നും തോന്നില്ല, ഭയങ്കര പ്രഷറൊക്കെ ഫീൽ ചെയ്തിട്ട് നമ്മൾ കാണുമല്ലോ. ആ ഒരു ഇത്രയും വലിയ സ്കോറാണ്, അതൊക്കെ ചേസ് ചെയ്ത് എത്തണ്ടേ എന്നുള്ള രീതിയിലൊക്കെ ശരിക്കും നമുക്ക് കാണുന്ന നമുക്കുണ്ടായിരുന്ന ആ ഒരു ടെൻഷൻ, ഈ 264 റൺ എങ്ങനെ ചേസ് ചെയ്യുന്നുള്ളത്. പക്ഷെ പഞ്ചാബിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഇവർ ചേസ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് 262 ഇതിനു മുന്നേ ഇതുപോലെ ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സീസണിൽ നമ്മൾ കാണുന്ന ഓരോ മാച്ചസ് നോക്കിക്കഴിഞ്ഞാൽ 250 എടുത്ത സമയത്തൊക്കെ ഏകദേശം സെക്കൻഡ് ബാറ്റ് ചെയ്ത് ചേസ് ചെയ്ത് പൊട്ടിയ കളിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവൻ 200 മേലെ ആകുമ്പോൾ പോലും വലിയ ടീം അടക്കം തകർന്നടിഞ്ഞ് നമ്മുടെ മുംബൈയുടെ മാച്ച് ആണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം GTയുടെ മാച്ച് ആണെങ്കിലോ അതിലൊക്കെ നമ്മൾ കണ്ടതാണ് ചേസ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന അവസ്ഥ എന്നുള്ളത്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ മാച്ച് കണ്ടത്. എന്റെ അമ്മോ, വെടിക്കെട്ട് വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ വെടിക്കെട്ട്. 2 ടീമും വെടിക്കെട്ട് നടത്തി. ആരാണ് അടിപൊളിയായിട്ട് വെടിക്കെട്ട് നടത്തിയെന്നുള്ളൊരു ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു ശരിക്കും ഇന്നത്തെ മാച്ചിൽ ഉണ്ടായിരുന്നത്. കാരണം DC ഫസ്റ്റ് ബാറ്റ് ചെയ്ത് 264 റൺ എടുത്ത് 2 വിക്കറ്റ് നഷ്ടത്തിൽ, വെറും 2 വിക്കറ്റ്. അതിൽ ഫസ്റ്റത്തെ വിക്കറ്റ് ഒക്കെ 15 സംഘം വേഗം അടിച്ചിട്ട് പോയി. പക്ഷെ KL രാഹുൽ 152 റണ്ണ്, എന്റെ അമ്മു, അതും നോട്ട് ഔട്ട്. ഔട്ടല്ല കേട്ടോ, നോട്ട് ഔട്ട്. 67 ബോളില് 16 ഫോറും 9 സിക്സും, 200 മേലെ സ്ട്രൈക്ക് റേറ്റ്. എന്റെ അമ്മോ, അതിന്റെ കൂടെ ഒരു കിടിലൻ പാർട്ട്ണർഷിപ്പ് നിതീഷ് റാണ 44 ബോളിൽ 91, 11 ഫോറും 4 സിക്സും, അതും 200 മേലെ സ്ട്രൈക്ക് റേറ്റ്. ഇവർ രണ്ടുപേരും കൂടി അടിച്ചു കൂട്ടി റൺസിനൊരു കണക്കില്ല. ശരിക്കും എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരു സെഞ്ചുറി ചെറുതായിട്ടൊന്നും നഷ്ടമായെന്നല്ലാതെ ആളുടെ ആ ഒരു കളി ഒരു രക്ഷയില്ല കേട്ടോ. അതായത് രണ്ടുപേരും അടിയോടടി, അതായത് ഒരാൾ അടിക്കുന്നതിന്റെ മേലെ കയറി മറ്റൊരാൾ അടിക്കുന്ന രീതിയിലുള്ള അടിയായിരുന്നു ഇന്ന്. രണ്ടുപേരും ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു ആ ഒരു അടിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ 264 നല്ലൊരു സ്കോറിലെത്തി. അതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ശശാങ്ക് സിംഗിന് ഇന്നും ക്യാച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു KL രാഹുൽ. ആ ഒരു ക്യാച്ച് അവിടെ ഡ്രോപ്പായി. ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് ആയതിന്റെ ഏകദേശം കറക്റ്റ് ഫലമായിരുന്നു അതിനുശേഷം ഇപ്പൊ 152 നോട്ട് ഔട്ടിൽ KL രാഹുൽ അടിച്ചത്. ഇന്നലത്തെ മാച്ചിൽ കോഹ്ലിയുടെ ക്യാച്ച് വാഷിംഗ്ടൺ സുന്ദർ മിസ് ചെയ്തല്ലോ, അതിനുശേഷം കളിയിൽ എന്താ ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, അതേ സംഭവം ഇന്നും കാണാൻ വേണ്ടി പറ്റും. ചാഹൽ ഒഴിച്ച് ബാക്കി എല്ലാവരും അടി വാങ്ങി കേട്ടോ ബോളിങ്ങിൽ. അതിൽ ബട്ട്ലറ്റിനും അർഷദീപിനാണ് ഓരോ വിക്കറ്റ് കിട്ടിയത്. പക്ഷെ അടി വാങ്ങുന്നതിൽ ഒരു കണക്കും കൈയും ഉണ്ടായിരുന്നില്ല. എല്ലാവരും 10 മേലെയായിരുന്നു കേട്ടോ എക്കണോമി ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കൊടുത്തത് നമ്മുടെ ബട്ട്ലറ്റ് ആണ്. 69 റണ്ണ് 4 ഓവറിൽ കൊടുത്തു. ജസ്റ്റ് ഒരു റണ്ണിന് അർഷദീപിന് 15 മിസ്സായി ബോളിങ്ങിൽ. ബാക്കിയുള്ളവരും കുറവൊന്നുമല്ല കേട്ടോ, എല്ലാവരും ഒരു 2-5 റണ്ണിന്റെ ഒക്കെ വ്യത്യാസത്തിലാണ് 50 മിസ്സായത്. സ്കോർ ഇങ്ങനെയാണല്ലോ, 264 റൺസ് അല്ലേ. അപ്പൊ 265 ഇത് എങ്ങനെ ചേസ് ചെയ്യുന്നു വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പഞ്ചാബിന്റെ വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരായിട്ടുള്ള 2 പേര്, നമ്മുടെ പ്രഭ് സിമ്രാനും പ്രിയാൻഷ് ഹാരി, 2 പേരും കൂടി വന്ന് പടക്കത്തിന് തീ കൊടുത്ത പോലെ അടിയോടടി എന്ന് വെച്ചാൽ അടിയോടടി. അതിന്റെ ഇടയിൽ ഒരു സങ്കടമായിട്ടുള്ള ന്യൂസും കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ലുംഗി കൂടി ആള് ഒരു ക്യാച്ച് എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നല്ല രീതിയിലുള്ള ഒരു പരിക്കേനെ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മെഡിക്കൽ സംഭവങ്ങളൊക്കെ വന്ന് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്ട്രെച്ചറിലേക്കാണ് കൊണ്ടുപോയത്. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി നിന്ന് ആൾക്ക് പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ. നല്ലൊരു ബൗളറാണ് ശരിക്കും. ആ ഒരു ബൗളറിന്റെ കുറവ് ഇന്നത്തെ മാച്ചിൽ ഉണ്ടായിരുന്നു DCക്ക്. അതിനുശേഷം വീണ്ടും ആ ഒരു മൊമെന്റം ബ്രേക്ക് ആയില്ല. അവിടെ ഏകദേശം ഒരു 20 മിനിറ്റോളം ഏകദേശം ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ബ്രേക്കിൽ പോലും പ്രിയാൻഷ് ഹാരിയും പ്രഭ് സിമ്രാനും അത് കഴിഞ്ഞും അവരവരുടെ അടി തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു. 116 റൺസ് എന്തോ ഉണ്ടായിരുന്നു കേട്ടോ പവർ പ്ലേയിൽ, വിക്കറ്റ് ഒന്നും പോവാണ്ട്. ഇങ്ങനെയായിരിക്കണം ചേസ് ചെയ്യേണ്ടത്. ചേസ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചേസ് ചെയ്യണം. അതായത് വിക്കറ്റ് കളയാനും പാടില്ല, പക്ഷെ അടിക്കേണ്ട രീതി തന്നെ അടിക്കും വേണം. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇന്ന് പ്രഭ് സിമ്രാൻ ആയിരുന്നു വെടിക്കെട്ടിന് കൂടുതൽ തിരി കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം 26 ബോളിൽ 76 റൺസാണ് ആളെടുത്ത്, 5 സിക്സും 9 ഫോറും, 292 സ്ട്രൈക്ക് റേറ്റ്. ആ ലാസ്റ്റ് ബോളിൽ ഔട്ട് ആയതുകൊണ്ടാണ് 292 ആയത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് മുന്നേ കാണിച്ചപ്പോൾ 300 മേലെ സ്ട്രൈക്ക് റേറ്റ് ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഷാരി ഒട്ടും കുറവല്ല കേട്ടോ. 17 ബോളിൽ 43 റൺസ്, 5 സിക്സും 2 ഫോറും, 6 ആണ് കൂടുതൽ അടിച്ചിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ 250 മേലെ. ഇവരവിടെ അടി തുടങ്ങി വെച്ചതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ആ ഒരു തുടക്കം ഗംഭീരമായിട്ട് കിട്ടിയല്ലോ, പിന്നെ അങ്ങോട്ട് കളി പോവല്ലോ. അപ്പൊ ആ ഒരു സംഭവം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 2 കളിയിലൊക്കെ സൂപ്പർ ഫോമിലുള്ള നമ്മുടെ കൂപ്പർ കോൺലി കൂടി വന്നപ്പോൾ ഓക്കെ കളി എന്തായാലും ജയിച്ചു എന്നുള്ള രീതിയിൽ പോകുമ്പോഴേക്കാണ് കൂപ്പർ കോൺലി അധികം അടിക്കാൻ ആള് വന്ന് 10 ബോളിൽ 17 റണ്ണൊക്കെ എടുത്ത് ഒരു 6 ഒരു 4 ഒക്കെ അടിച്ചിട്ട് നല്ല രീതിയിൽ നിൽക്കുമ്പോഴേക്കാണ് ആൾ ഔട്ട് ആവുകയും ചെയ്തത്. അപ്പോൾ ഒരു പ്രതീക്ഷ ചെറുതായിട്ടൊന്നും അവിടെ പോയി. പക്ഷെ എന്നാലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പുറത്ത് ശ്രേയസ് അയ്യർ ഉള്ളതാണ്. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള നമ്മുടെ നിഹാൽ വധേരിയും അതുപോലെ തന്നെ 15 ബോളിൽ 25 റണ്ണൊക്കെ എടുത്ത് ആ ഒരു വെടിക്കെട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളുടെയും കുറച്ചു നേരം നിന്നുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ശശാങ്ക് സിംഗ് വന്നത്. ശരിക്കും ശശാങ്ക് സിംഗിന് ഒരു സ്ട്രീറ്റ് റിവെഞ്ചും കൂടി ചെയ്യാനുണ്ട്. കാരണം ക്യാച്ച് ഒക്കെ മിസ് ചെയ്തല്ലേ. അപ്പൊ അതെങ്ങനെയെങ്കിലും കളിയിൽ ബാറ്റിങ്ങിലെങ്കിലും പിടിക്കണം എന്ന് വിചാരിച്ച് ആള് നല്ല രീതിയിൽ തന്നെ ബാറ്റ് വീശി, അടിക്കേണ്ട സ്ഥലത്ത് അടിച്ചു, മുട്ടേണ്ട സ്ഥലത്ത് മുട്ടി, ശ്രേയസ് അയ്യറിന് നല്ല രീതിയിൽ സ്ട്രൈക്ക് കൊടുത്ത്. പിന്നെ ശ്രേയസ് അയ്യരുടെ ഒരു കളിയായിരുന്നു.
അയ്യര് കളി തന്നെ പറയാം. അങ്ങനത്തെ ഒരു അടിയായിരുന്നു പിന്നീട് അടി ഉണ്ടായിരുന്നത്. സിക്സുകളൊക്കെ അടിക്കുന്നു, ഫോറുകളൊക്കെ അടിക്കുന്നു, 2 പ്രാവശ്യം ക്യാച്ച് മിസ്സാവുന്നു. നമ്മുടെ കരുൺ നായറിന്റെ അടുപ്പിച്ചുള്ള 2 ക്യാച്ച് കേട്ടോ. ആ 2 ക്യാച്ച് മിസ് ചെയ്തപ്പോഴേ ശ്രേയസ് അയ്യറിന് തന്നെ ശരിക്ക് അവിടെ നിന്ന് ചെറുതായിട്ട് ഒരു ചിരി വന്ന ഒരു ഷോട്ട് സ്ലോ മോഷനിൽ കാണിച്ചപ്പോൾ ഉണ്ടായിരുന്നു. ശ്രേയസ് അയ്യർ 36 ബോളിൽ 73 റൺസ് ആയിട്ട് എടുക്കാൻ നോട്ട് ഔട്ട് ആയിട്ട് അവിടെ നിൽക്കുകയും ചെയ്തു. 7 സിക്സും 3 4ഉം 190 മേലെ സ്ട്രൈക്ക് റേറ്റ്. ശരിക്കും കരുൺ നായർ ക്യാച്ച് മിസ് ചെയ്ത സമയത്ത് ശ്രേയസ് അയ്യർ അടിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് പിടിച്ചിരുന്നെങ്കിലേ ചിലപ്പോൾ ഇന്നത്തെ റിസൾട്ട് തന്നെ മാറിയേനെ. ശശാങ്ക് സിംഗും കട്ട സപ്പോർട്ട് ചെയ്ത് 10 ബോളിൽ 19 റൺസ് എടുത്ത് കൂടെ തന്നെ നിന്നു. ഇടയ്ക്ക് നല്ല രീതിയിലുള്ള ഷോട്ടൊക്കെ അടിച്ച് ആ 4ഉം 6 ഒക്കെ നല്ല രീതിയിൽ തന്നെ അടിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഇന്നത്തെ മാച്ചിന്റെ അകത്ത് 2 സ്ഥലത്തും ഓരോ ക്യാച്ച് ഡ്രോപ്പ് ആയ സമയത്ത് കംപ്ലീറ്റ്ലി നമ്മൾ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ക്യാച്ചസ് വിൻ ദ മാച്ചസ്, അത് ഇന്ന് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റിയിട്ട്. ആ ഒരു കാരണം ആദ്യത്തെ ആ ഒരു ക്യാച്ച് മിസ്സായപ്പോഴേ ശരിക്കും 264 എന്ന് പറഞ്ഞ ഒരു ടോട്ടലിലോട്ട് ചിലപ്പോൾ DC എത്തില്ലായിരുന്നു ആ ഒരു ക്യാച്ച് പിടിച്ചിരുന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ PBKS ബാറ്റ് ചെയ്ത സമയത്തും ശ്രേയസ് അയ്യറിന്റെ ആ ഒരു ക്യാച്ച് 2 തവണ 2 ചാൻസ് കിട്ടിയിട്ട് ആ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ റിസൾട്ട് എഗെയിൻ വേറെ ആയേനെ. ഡൽഹിയുടെ ബോളിംഗ് ഒക്കെ കഴിഞ്ഞാൽ കുൽദീപ് യാദവും അക്ഷർ പട്ടേലും ഒഴിച്ചെടുത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും നല്ല രീതിയിൽ തന്നെ അടി വാങ്ങി. ഇവര് അടി വാങ്ങിയിട്ടുണ്ട്, പക്ഷെ എന്നാൽ തമ്മിൽ ഭേദം തമ്മെന്നുള്ള രീതിയിൽ കമ്പാരിറ്റീവ്ലി ആ ഒരു 10ൽ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇവരുടെ എക്കണോമി. ബാക്കി എല്ലാവരും നല്ല അടിയാകുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും 4 ഓവറിൽ 40 സംതിങ് റണ്ണാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരിലൊക്കെ നമ്മുടെ നടരാജനാണെങ്കിലും മുകേഷ് കുമാർ ആണെങ്കിലും 50 മേലെയാണ് സ്കോർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നബി ആണെങ്കിൽ ബോൾ ചെയ്ത 2 ഓവറിൽ തന്നെ 40 മേലെ സ്കോർ പോയി. ഇനി അങ്ങോട്ട് 2 ഓവർ കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു അടിയായേനെ. ആകെ മൊത്തം ടോട്ടലായിട്ട് ഇന്നത്തെ മാച്ച് വിലയിരുത്തി കഴിഞ്ഞാൽ ഒരു കിടിലൻ ചേസിംഗ് മാച്ച്. ചേസ് മാസ്റ്റർ, നമ്മളെപ്പോഴും കോഹ്ലിനെയാണ് ചേസ് മാസ്റ്റർ എന്ന് പറയാറുള്ളത്, പക്ഷേ ശ്രേയസ് അയ്യറും ഒരു കിടിലൻ ചേസ് മാസ്റ്റർ തന്നെയാണ്. കഴിഞ്ഞ സീസണിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന 1-2 മാച്ചസ് ഇതുപോലെ ശ്രേയസ് അയ്യർ മുന്നിൽ നിന്നിട്ടാണ് കളി ജയിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ മാച്ചിൽ അങ്ങനെ തന്നെയാണ്. കാരണം തുടക്കം പ്രിയാൻ ഷാരിയും പെപ്സിമാനും ഗംഭീരമായിട്ട് കൊടുത്തെങ്കിലും അത് കഴിഞ്ഞ് ആ ഒരു മൊമെന്റം ബ്രേക്ക് ചെയ്യാതെ ഇതിന്റെ ഇടയിൽ വന്ന ബാറ്റേഴ്സ് ഒക്കെ അവരുടെ കോൺട്രിബ്യൂഷൻ കൊടുത്തെങ്കിലും ശ്രേയസ് അയ്യറാണ് അവിടെ പിടിച്ച് ആങ്കർ ഇന്നിങ്സിന്റെ കൂടെ തന്നെ അടിച്ചും കളിച്ച് സ്ട്രൈക്ക് റേറ്റിൽ ഒട്ടും കുറയാതെ, റൺ റേറ്റ് ഒട്ടും കുറക്കാതെ ആ ഒരു കളി കാൽക്കുലേറ്റീവ് ആയിട്ട് ജയിച്ചത് ശ്രേയസ് അയ്യർ ദ ബെസ്റ്റ് ക്യാപ്റ്റൻ ഇൻ ദിസ് IPL എന്ന് വേണം പറയാൻ ഇതുവരെ ഉള്ള കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത്. കാരണം എന്തുണ്ടാ വെച്ചാൽ 7 മാച്ചസായി 7 മാച്ചിൽ 6ഉം ജയിച്ചിരിക്കുകയാണ്. ഒരു മാച്ച് തോറ്റതല്ല, മഴ കാരണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ പറയാനുള്ളൂ. ശരിക്കും അന്നും കളിച്ചിരുന്നെങ്കിൽ അന്നും ജയിച്ചതിനെ. ചിലപ്പം 7ൽ 7 തന്നെ കിട്ടേണ്ട ഒരു മുതലാണ് ശരിക്കും ശ്രേയസ് അയ്യറും പഞ്ചാബ് ടീമും. പെർഫെക്റ്റ് ടീം കേട്ടോ. അതായത് ബാറ്റിങ്ങിൽ പെർഫെക്റ്റ് ടീം. ബോളിങ്ങിൽ ഫുള്ളി പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ബാറ്റിങ്ങിൽ അവർ വെടിക്കെട്ടാണ്. ഒന്നും പറയാനില്ല. അവർക്ക് ഈസി ആയിട്ട് ചേസ് ചെയ്ത് പിടിക്കാൻ പറ്റും മാച്ചസ് എന്നാണ് ഇന്നത്തെ മാച്ച് കണ്ടപ്പോൾ മനസ്സിലായത്. ഇനിയിപ്പോൾ 300 മേലെ സ്കോർ അടിച്ചാൽ പോലും ഇവർ നേടും എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു തോന്നൽ വരുന്നുണ്ട് കേട്ടോ. കാരണം ഈ ടീമിനെ നയിക്കുന്നത് ശ്രേയസ് അയ്യറാണ്. അത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്.